നമസ്കാരം ഗൈസ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇതിനോട് ഒരു നോസ്റ്റാൾജിക് ഫീലായിരിക്കും ഇപ്പോൾ സാധ്യത. ചിലർക്ക് ഫ്രസ്ട്രേഷനും ഉണ്ടാകും. ഉപ്പും മുളകും കേരളയുടെ ഏറ്റവും ലോങ് റണ്ണിങ് സിറ്റ്കോമിൽ ഒന്നായി മാറിയത്. വർഷങ്ങളായി നമ്മുടെ വീടുകളിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ സ്ഥാനം വഹിച്ചിരുന്ന ഷോ. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഒരു ചോദ്യം ഉയർന്നു വന്നത് ഇങ്ങനെയാണ്: ഉപ്പും മുളകും ഇനിയും തുടരണോ, അതോ ഇനി നിർത്തണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് നോക്കാം. ഫാൻസ് എന്തുകൊണ്ട് പറയുന്നു, ക്രിട്ടിക്സ് എന്തുകൊണ്ട് പറയുന്നു, കേശുവിനെ പ്ലേ ചെയ്യുന്ന അൽസാബിത്ത് എന്ത് പറയുന്നുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നോക്കി നോക്കാം. കമൻറ്റിൽ തുടരുക. നിങ്ങൾ എപ്പോഴും ഉപ്പും മുളകും കാണാറുണ്ടോ എന്ന കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ഉപ്പും മുളകും തുടങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായി. ഇത്രയും കാലം ഒരു സിറ്റ്കോം വിജയകരമായി മുന്നോട്ട് പോകുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല. ഇന്ത്യൻ ടെലിവിഷൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഡിക്കേഡുകളായി കഴിഞ്ഞും ജനങ്ങൾ ഇപ്പോഴും ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം റെയറാണ്. ഉപ്പുമുളകിൻ്റെ സക്സസിൻ്റെ സീക്രട്ട് ആദ്യം മുതൽ ഒരു സിമ്പിൾ ഫോർമുലയായിരുന്നു: റിലേറ്റബിൾ ഫാമിലി, ഫണ്ണി സിറ്റുവേഷൻ, ലവബിൾ ക്യാരക്ടേഴ്സ്. ഇതാണ് ഉപ്പുമുളകിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു നോർമൽ കേരള ഫാമിലിയുടെ എല്ലാ ദിവസത്തെയും കഥ ഇത് ആളുകൾക്ക് കണക്ട് ചെയ്തു. അതിനാൽ അതിലൊരു ഫീൽ ഉണ്ടായിരുന്നു. ഷോ തുടങ്ങിയ കാലത്ത് കോളേജിലായിരുന്നപ്പോൾ 30 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടിയുമായിരുന്നു. ഇതൊരു ഷോ ആളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇതൊന്ന് റിയലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഷോയിൽ കുട്ടികളെ വന്ന ആക്ടേഴ്സ് ഇന്ന് വളർന്ന് വലിയ കുട്ടികളായി. സ്റ്റോറിയും അതേപോലെ കഥാപാത്രങ്ങളും എല്ലാവരും വളർന്നു. ഇനിയൊപ്പം എല്ലാത്തിനും ചേഞ്ചും വന്നിട്ടുണ്ട്. ഇത് ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടി ബോൾഡാക്കി മാറ്റിയതാണ്. ക്യാരക്ടേഴ്സിൻ്റെ പ്രായവും ഇതിൽ വലിയ രൂപത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ പല ഷോകളിലും ഇത് പൊളിഞ്ഞു പോകാറുമുണ്ട്. ഉപ്പുമുളകിനെ അത് ബാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ സത്യം. ഈ സത്യാവസ്ഥ തന്നെയാണ് ഉപ്പുമുളകിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴുള്ള ഒരു വലിയൊരു മാറ്റം നിഷ സാരംഗും ബിജു സോപാനും ഷോയിൽ നിന്നും പോയത് തന്നെയാണ്. ഇതൊരു വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ കഥാപാത്രങ്ങൾ ഷോയുടെ നട്ടല് തന്നെയായിരുന്നു. ഉമ്മയില്ലാത്ത ഉപ്പുമുളകും ഇത് ഇമാജിൻ ചെയ്ത് നോക്കാൻ ഒരു കാലത്ത് ഇമ്പോസിബിൾ ആയിരുന്നു. അതായത് ഒരിക്കലും നടക്കില്ലായിരുന്നു. നിഷ സാരംഗും ബിജു സോപാനും ഇല്ലാത്ത ഉപ്പുമുളകിനെ കാണാൻ ആർക്കും പ്രയാസം തന്നെയായിരുന്നു. ബിജു സോമാനത്തിൻ്റെ ടൈമിങ്, തമാശയുടെ രൂപം, ഇതെല്ലാം തന്നെ ഷോയിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മാറ്റിയ ഒരു ഭാഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആബ്സെൻസ് കാര്യമായി തന്നെ ഉപ്പുമുളകിലും പിന്നീട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇതിൻ്റെ സ്ട്രാറ്റജി ഇപ്പോൾ എന്തെന്നാൽ കേശുവിൻ്റെ കഥാപാത്രം സെൻട്രലാക്കി ഷോ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. കേശു വലുതായി വളർന്ന് പ്രണയത്തിലും അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഫോക്കസ് ആക്കി വീണ്ടും കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് ശരിക്കും ഒരു ലോജിക്കലായ ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണ്. ഷോയിൻ്റെ അടുത്തൊരു ജനറേഷൻ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ ബട്ടൺ പാസ് ചെയ്യുക എന്നാണ് ഇതിനെ പറയുക. പക്ഷേ അത് വലിയൊരു വെയിറ്റ് തന്നെയാണ് ക്യാരി ചെയ്യേണ്ടത്. കാരണം ഇത്ര ചെറിയൊരു കാര്യത്തിൽ ഒരു ഷോ മുന്നോട്ട് മുഴുവൻ കൊണ്ടുപോകണം. അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ഇതിനെ തന്നെയാണ് ഷോ ഇപ്പോൾ വലിയ രൂപത്തിൽ കാണാനും ശ്രമിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീലും കമൻറ്റുകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ടോപ്പിക്കിൽ: കേശുവിൻ്റെ അഭിനയം വളരെയധികം ബോറാണ്. ഇതൊരു റീലിൽ ആരോ കമൻ്റ് ഇട്ടതാണ്. അത് ഭയങ്കര രൂപത്തിൽ വൈറലായി എന്ന് തന്നെയാണ് സത്യം. അതിൻ്റെ റിപ്ലൈ നോക്കിയാൽ ആളുകൾ ബേസിക്കലി 2 തരത്തിലാണ് നോക്കുന്നത്. ഒന്ന്, ക്രിട്ടിക്സ്: സ്ക്രിപ്റ്റിൽ ക്വാളിറ്റി ഇല്ല, കേശുവിൻ്റെ അഭിനയം എനർജി ഇല്ല, പഴയ എപ്പിസോഡുകൾ കണ്ടതിൻ്റെ ലവ് ഇതൊന്നും തന്നെ ഫീൽ കിട്ടുന്നില്ല, ഇനിയും ഇത് നിർത്തിയിട്ട് പൊക്കൂടെ, ഇനിയും ഇത് തുടരണോ എന്ന തരത്തിൽ ഒരുപാട് തരത്തിലുള്ള വിമർശനം ഉപ്പുമുളകും എന്ന ഷോയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഉപ്പുമുളകിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. ചെറുപ്പം മുതൽ ക്യാമറ ഇവൻ്റെ മുന്നിൽ നിന്ന് ജീവിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് അൽസാബിത്ത്. അവനെ ഒരുപാട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഒരു ക്യാരക്ടറിൻ്റെ ബേസിക്കലി ഒരാളെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കണ്ടു ഇഷ്ടമായില്ലെങ്കിൽ കാണണ്ട. ഇഷ്ടപ്പെടുന്നവർ വേറെയും ഒരുപാടുണ്ട്. ഞാൻ എല്ലാ ദിവസവും കാണും. ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളും ഒരുപാടുണ്ട്. ഇതൊരു സ്വാഭാവികമായും നടക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ഡിബേറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു ജെന്യുവൻ ക്വസ്റ്റ്യനും കൂടി റേസ് ചെയ്യുന്നുണ്ട്.
ഒരു ഷോയിൻ്റെ മുന്നോട്ട് പോക്കിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി ബാലൻസ് ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ടാണ് എന്നത് തന്നെയാണ്. കമൻസിൽ ഒരാൾ ഇട്ടത് ഞാൻ കണ്ടു. ഈ ഷോ തുടങ്ങിയ കാലത്ത് കോളേജിലായിരുന്നു. ഇപ്പോൾ 30 കഴിഞ്ഞ് കെട്ടി എനിക്ക് കുട്ടിയുമായി. ഇതൊരു ഷോയിൻ്റെ സ്പാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ ഷോയുടെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വായിച്ചപ്പോൾ പേഴ്സണലി എനിക്കൊരു വേറൊരു കാര്യമാണ് ഓർമ്മ വന്നത്. ഈ ഷോയുടെ ലെവൽ ആളുകളുമായി എത്രമാത്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിലൂടെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാനും സാധിക്കും. ഇതൊരു ചെറിയൊരു കാര്യമല്ല. ഒരാളുടെ ജീവിതത്തിന് വലിയൊരു ഭാഗമായി മാറാൻ ഉപ്പുമുളകും എന്ന ഷോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഇനി ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് വരാം. അൽസാബിത്ത്, അതായത് കേശുവിൻ്റെ റോൾ പ്ലേ ചെയ്യുന്ന ആക്ടർ, ഈ അടുത്തിടെ ഇൻ്റർവ്യൂവിൽ വളരെ ഹോണസ്റ്റായി, അതായത് വളരെയധികം സത്യസന്ധമായി ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോണസ്റ്റിയാണ് ഗൈസ് ഞാൻ അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് അദ്ദേഹം എന്തു പറയുമ്പോഴും അത്രമാത്രം സത്യമായി തന്നെയാണ് ആ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബിജു സോപാനം, അതായത് അച്ഛൻ്റെ കഥാപാത്രം ചെയ്യുന്ന ഒരാൾ ഉള്ള സീനിൻ്റെ എനർജി, ടെംപ്റ്റ് അച്ഛൻ തന്നെ ക്യാരി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അത് മറ്റൊരാൾ അതിനെപ്പറ്റി ആലോചിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത സീനിൽ ആ എനർജി കൊണ്ടുവരേണ്ടത് ഞാൻ തന്നെയാണ്. ബിജു സോപാനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയാണ് ഉപ്പുമുളകിലെ മുന്നോട്ട് കൊണ്ടുപോയത്. ആ വോയിസിൻ്റെ ഡെപ്ത്, ആ സ്ക്രീൻ പ്രസൻസ്, അതെല്ലാം വർഷങ്ങളായുടെ ട്രെയിനിങ്ങിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പം മുതൽ ഇതിലുള്ളതുകൊണ്ട് ആ മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരേണ്ടതാണ്. ചില രംഗങ്ങളിൽ ഞാൻ ഇതൊരു പബ്ലിക് ഫിഗറാണ്. ഇമോഷണലി പബ്ലിക്ലി എത്ര ഹോണസ്റ്റായി ഒരുപാട് പറയാൻ പറ്റുമെന്ന് ഒരാൾ കാണിച്ചു തരും. ആ സീനിൽ എനർജി കൊണ്ടുവരാൻ വലിയൊരു ചാലഞ്ച് തന്നെയാണ്. ക്രിറ്റിസിസത്തിനെ ഡിഫ്ലക്റ്റ് ചെയ്യാതെ, അതായത് ക്രിറ്റിസിസം ഒന്നും ബാധിക്കാതെ, എക്സ്ക്യൂസുകളൊന്നും ഇല്ലാതെ ഞാൻ ഇനിയും വളരുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ഇതിന് നമ്മൾ വലിയ രൂപത്തിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി ഏറ്റവും വലിയൊരു ചോദ്യം എങ്ങനെയാണ്, ഉപ്പും മുളകും കണ്ടിന്യൂ ചെയ്യണോ എന്ന് തന്നെയാണ്. ഇതൊരു സിമ്പിൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. ഒരു സൈഡിൽ ഷോ ജനങ്ങൾ ഇന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ലോയലായ ഫാൻ ബേസുമുണ്ട്, ഫാമിലി ഓഡിയൻസും ഉണ്ട്, ഇതിനെ കണക്ട് ചെയ്യുന്ന റിയൽ ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. മറ്റൊരു സൈഡിൽ സ്ക്രിപ്റ്റിൻ്റെ ക്വാളിറ്റി വലിയ രൂപത്തിലുള്ള മോശം സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ പ്രേക്ഷകർ വിമർശിക്കാൻ തുടങ്ങിയത് എന്ന് മറുഭാഗം ആളുകൾ പറയുന്നു. ഒരു ഷോ ഇത്ര വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പുതിയ കണ്ടന്റ് കൊണ്ടുവരിക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള പ്രയാസം തന്നെയാണ്. ഫ്രണ്ട്സിലുണ്ടോ, അവർ 8, 9, 10 സീസൺ പോലും ഫ്രഷാക്കി ട്രൈ ചെയ്യാൻ തുടങ്ങി. ചിലത് വർക്കായി, ചിലത് വർക്കായില്ല. അങ്ങനെ ഒരുപാട് സീരീസും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പല സമയങ്ങളിലും പലയിടത്തും അതെല്ലാം പാളിപ്പോയിട്ടുമുണ്ട്. ഇതെല്ലാം സംവിധാനം ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ്. ഇനി ഓഡിയൻസിന്റെ വോയിസ് ക്ലിയർ ആണ്. ഉപ്പുമുളകും ഇത് ജസ്റ്റ് ഒരു ഷോ അല്ല, ഒരു ജനറേഷന്റെ മെമ്മറി തന്നെയാണ്, ഒരു ഭാഗം തന്നെയാണ്. ആ ഒരു ലെഗസി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിർമ്മാതാക്കളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് കമൻറ്റിൽ പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനിയും ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ കമൻറ്റ് ചെയ്തു. പ്രോപ്പർ എൻഡിങ് കൊണ്ടുവരണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്തു. അൽസാബിത്തിന് ഇനിയും കുറച്ചും കൂടി ചാൻസ് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇപ്പോൾ തന്നെ ഹിറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനിയും നമുക്ക് കാണാം.